പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ പ്രകോപനം CPM-ന്റെ രാജ്യസഭാംഗമായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ആണെന്നും ആ പ്രകോപനത്തിന് പുറകിൽ CPM-ന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ആണെന്നും പിണറായി വിജയനുമായി നേരിട്ടൊരു പോരാട്ടത്തിനിറങ്ങാൻ ആർജവമില്ലാത്ത MA ബേബി കർട്ടന് പുറകിൽ നിന്ന് ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് മോദി സർക്കാരിനെ പ്രകോപിപ്പിച്ച് അതിലൂടെ വിജയൻ്റെ മകളെ കുരുക്കുന്ന അല്ലെങ്കിൽ പരോക്ഷമായി വിജയനെയും കുരുക്കുന്ന ഈ അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. വ്യാപകമായ ആളുകൾ അത് കാണുകയും ചെയ്തു. സുഹൃത്തുക്കളെ, എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാനുള്ളത് ആ പണി ബേബി വീണ്ടും ബ്രിട്ടാസിനെ ഉപയോഗിച്ച് തുടരുകയാണ് എന്നാണ്. അതായത് ഇപ്പോൾ ഒരു പുതിയ പുസ്തകം ഹിന്ദുവിലെ ഒരു ലേഖിക ശോഭന എന്നാണെന്നാണ് എൻ്റെ പേര്. അവർ ഈ പുതിയ പാർലമെൻറ്റ് മണ്ഡലത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ ജോൺ ബ്രിട്ടാസ് വീണ്ടും പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ BJPക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ നടത്തിയതായിട്ട് ഞാൻ കണ്ടു. എൻ്റെ ഒരു സുഹൃത്ത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് വിവരങ്ങൾ അയച്ചു തന്നിരുന്നു. അതിൽ പറയുന്നത് പുതിയ പാർലമെൻറ്റ് മണ്ഡലത്തിനെതിരെ ശക്തമായ വിമർശനവുമായി ജോൺ ബ്രിട്ടാസ് MP എന്നാണ്. രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിന് പുതിയ പാർലമെൻറ്റ് മന്ദിരം കാണുമ്പോൾ ഗീബൽസിനെയാണ് ഓർമ്മ വരുന്നത്. റിഷ്ടാഗ് ഓർമ്മ വരുന്നു. റിഷ്ടാഗ് കത്തിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ആരോപിച്ച് കമ്മ്യൂണിസ്റ്റ് വേട്ട നടത്തിയ നാസികളെ പരോക്ഷമായി ഓർമ്മിപ്പിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എന്നത് എല്ലാവർക്കും അതിൽ നിന്ന് മനസ്സിലാക്കും. നാസികളുമായിട്ടുള്ള BJPയുടെ ബന്ധത്തെയാണ് ജോൺ ബ്രിട്ടാസ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. നാസികളുമായി പോലും BJPയുടെ ബന്ധത്തെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം. മാത്രമല്ല, ഈ ശോഭന K. നായർ എന്ന് പറയുന്ന ഈ ഹിന്ദുവിലെ റിപ്പോർട്ടർ അവരുടെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് നടത്തിയ സംസാരത്തിൽ ജോൺ ബ്രിട്ടാസ് പുതിയ പാർലമെന്ററി മന്ദിരം എക്കോ ചേംബറാണെന്നും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് സമീപകാലങ്ങളിലായി ലോക്സഭയിലെ രാഷ്ട്രീയ വ്യവഹാരം അങ്ങേയറ്റം അധപ്പതിച്ചിരിക്കുന്നു എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോൺ ബ്രിട്ടാസ് BJPക്കെതിരെ അല്ലെങ്കിൽ മോദി സർക്കാരിനെതിരെ നടത്തുന്ന പ്രകോപനം കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ പുറമേ നമ്മൾ നോക്കിയാൽ ജോൺ ബ്രിട്ടാസ് CPM-ന്റെ രാഷ്ട്രീയ നയമാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോൺ ബ്രിട്ടാസിനെ ആ നിലയിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം BJPക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കണം എന്നുള്ളതാണല്ലോ CPM-ന്റെ നയം. അതുകൊണ്ട് ബ്രിട്ടാസിനെ നമുക്ക് ആ നിലയിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ആത്യന്തികമായി ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ? മോദിയും അമിത്ഷായും കൂടുതൽ പ്രകോപിതരാവുന്നു. ബ്രിട്ടാസിൻ്റെ സമീപനം കൊണ്ട് മോദിയും അമിത്ഷായും കൂടുതൽ പ്രകോപിതരാകുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോദിയും അമിത്ഷായും കൂടുതൽ പ്രകോപിതരാകുന്നതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് എന്താ? വീണ വിജയനെതിരായിട്ടുള്ള അന്വേഷണം ഏതറ്റം വരെ കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത്. അങ്ങനെ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണവുമായി ഊർജിതവുമായി മോദിയും അമിത്ഷായും മുന്നോട്ട് പോകുമ്പോൾ പരിക്കേൽക്കുന്നതാർക്കാ? വീണയുടെ അച്ഛനായിട്ടുള്ള വിജയനാണ്. വിജയന് പരിക്കേറ്റാൽ അതിൽ നിന്ന് ഗുണമാർക്കാ? അത് ബേബിക്കും കൂട്ടർക്കുമാണ്. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ളൊരു യുക്തി. എന്നാൽ പരസ്യമായി ആർക്കും ബ്രിട്ടാസിനെ കുറ്റപ്പെടുത്താനും കഴിയില്ല. കാരണം ബ്രിട്ടാസ് BJPക്കെതിരായിട്ടുള്ള CPM-ന്റെ ശക്തമായ നയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറഞ്ഞ ഒരു വലിയൊരു കത്രിക പൂട്ടിൽ ബേബി പിണറായിയെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് നമ്മൾ ഇതിനകത്തൂടെ മനസ്സിലാക്കുന്നത്. പക്ഷേ വ്യക്തിപരമായി നമ്മൾ നോക്കിയാൽ നമ്മൾ കാണേണ്ട എന്താ? ബ്രിട്ടാസിനെ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതാരാ? ബ്രിട്ടാസിനെ ഈ നിലയിൽ വളർത്തിയെടുത്തതാരാ? അത് വിജയനല്ലേ സുഹൃത്തുക്കളെ. ബ്രിട്ടാസ് സത്യത്തിൽ ഏതാണ്ട് 2000 ആണ്ട് വരെ അച്യുതാനന്ദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈയാളായിരുന്നു. എന്നാൽ ബ്രിട്ടാസിനെ പിണറായി ദത്തെടുത്തത് എങ്ങനെയാണ്? 2000-ന്റെ തുടക്കത്തിൽ കൈരളി ചാനൽ തുടങ്ങിയപ്പോൾ കൈരളി ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടാണ് ബ്രിട്ടാസിനെ പിണറായി വിജയൻ ദത്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ? ബ്രിട്ടാസ് പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനാവുന്നതാണ് നമ്മൾ കണ്ടത്.
പിന്നീട് ദീർഘകാലം കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറായി ബ്രിട്ടാസ് തുടർന്നു. അതിനുശേഷം ഇടയ്ക്ക് ബ്രിട്ടാസിനെ ഏഷ്യാനെറ്റിലേക്ക് പിണറായി വിജയൻ പറഞ്ഞു വിട്ടു. അവിടെ എന്തോ ഒരു വലിയ ജോലിയിൽ ബ്രിട്ടാസ് പോയി. തിരിച്ചു വന്നപ്പം ബ്രിട്ടാസിനെ വീണ്ടും കൈരളിയുടെ മാനേജിംഗ് ഡയറക്ടറാക്കി പിണറായി വിജയൻ പുനഃസ്ഥാപിച്ചു. അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴത്തേക്ക് പിണറായി വിജയനെ മീഡിയ അഡ്വൈസറാക്കി ബ്രിട്ടാസിനെ പിണറായി വിജയൻ വളർത്തി. പിണറായി വിജയൻ്റെ മാധ്യമ ഇടപെടലുകൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അങ്ങനെ വളർത്തി അവസാനം പിണറായി വിജയൻ്റെ BJPയുമായിട്ടുള്ള ബന്ധങ്ങളിലെല്ലാം മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ബ്രിട്ടാസ് സ്ഥിരമായി ഡൽഹിയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത പരിഗണിച്ചുകൊണ്ട് ബ്രിട്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആവറേജോ ജസ്റ്റ് ബിലോ ആവറേജോ ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ രാജ്യസഭാ അംഗമാക്കി. സുഹൃത്തുക്കളെ, അപ്പോൾ 2000 മുതൽ 2025 വരെയുള്ള ബ്രിട്ടാസിൻ്റെ വളർച്ചയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ആളാണ് പിണറായി വിജയൻ. എന്ന് മാത്രമല്ല, പിണറായി വിജയൻ ബ്രിട്ടാസ് അതിന് തിരിച്ച് പിണറായി വിജയനെ സഹായിക്കുകയും ചെയ്തു. BJP ആയിട്ടുള്ള പിണറായി വിജയൻ്റെ ബന്ധത്തിൽ ഒരു പാലമായി നിന്നു ബ്രിട്ടാസ്. അതിപ്പോൾ രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ തന്നെ പറഞ്ഞു, ബ്രിട്ടാസാണ് ഞങ്ങളും CPM തമ്മിലുള്ള പാലം എന്ന് BJPയുടെ മന്ത്രി തന്നെ പറഞ്ഞ് നമുക്കറിയാം. പലപ്പോഴും BJP നേതാക്കന്മാരെയൊക്കെ കാണാനായിട്ട് പിണറായി വിജയൻ പോകുമ്പോഴത്തേക്കും കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ജോൺ ബ്രിട്ടാസിനെയാണ്. അങ്ങനെ പിണറായി വിജയനാൽ വളർത്തിയെടുക്കപ്പെട്ട ജോൺ ബ്രിട്ടാസ് ഇപ്പൊ പിണറായി വിജയനെ തീർക്കാൻ MA ബേബിയോടൊപ്പം നിൽക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പൊ പിണറായി വിജയനെ ബ്രിട്ടാസ് വിട്ടു, ഇപ്പൊ ബേബിയുടെ കൂടെ ചേർന്നു. ബേബിയാണ് ഇപ്പോൾ ബ്രിട്ടാസിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പോലും താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിനെയാണ് ബേബി വിടുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ ജോൺ ബ്രിട്ടാസിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ അവരെ മാറ്റി ഇപ്പോൾ ബേബിയാണ് ജോൺ ബ്രിട്ടാസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താണ് ബേബി ചെയ്യുന്നത്? ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിരുന്ന ജോൺ ബ്രിട്ടാസിനെ ഉപയോഗിച്ചുകൊണ്ട് വിജയനെ അടിക്കാൻ ബേബി ഈ ചാണക്യ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബേബിക്ക് നേരിട്ട് വിജയനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. അതിനുള്ള ഇച്ഛാശക്തി ആർജവൊന്നും ബേബിക്കില്ല. അതുകൊണ്ട് ബേബി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ബ്രിട്ടാസിനെ ഉപയോഗിച്ചുകൊണ്ട് മോദിയെ അമിത്ഷയും പരമാവധി പ്രകോപിപ്പിക്കുക. അതിൻ്റെ ഒന്നാം ഘട്ടം വളരെ വ്യക്തമായി വളരെ കൃത്യമായി ബ്രിട്ടാസ് ചെയ്തു. പാറ്റ സമരത്തിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടു. BJPയുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. BJP ലോക്സഭയിലൊക്കെ അതിശക്തമായിട്ട് ആക്രമിച്ചു. ലുങ്കിവാല എന്നൊക്കെ പറഞ്ഞ് വിഷയം വന്നപ്പോഴൊക്കെ അതിശക്തമായി ആക്രമിച്ചു. നിർമ്മല സീതാരാമനുമായി നേരിട്ടുള്ള തർക്കത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് BJP പ്രകോപിതരായി. BJP പ്രകോപിതരായപ്പോൾ അവരെന്ത് സംഭവിച്ചു? പ്രകോപിതരായ BJP വിജയൻ്റെ മകൾക്കെതിരെ നീങ്ങാൻ തീരുമാനിച്ചു. ആ തിങ്ങിയതിൻ്റെ തിക്തഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പിണറായി വിജയൻ ക്രുദ്ധനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം പിണറായി വിജയൻ 1/4 നൂറ്റാണ്ടായി വളർത്തിയെടുത്ത് കൊണ്ടുവന്ന ആളാണ് ജോൺ ബ്രിട്ടാസ്. ആ ജോൺ ബ്രിട്ടാസാണ് ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാൽ ഈ പ്രകോപനത്തിൽ നിന്ന് ബ്രിട്ടാസ് പിന്തിരിയുന്നില്ല എന്നുള്ളതിൻ്റെ പുതിയ ഉദാഹരണമാണ് ഈ ശോഭന നായരുടെ പുസ്തകം. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിനെ കുറിച്ചിട്ട് എഴുതിയ പുസ്തകത്തിൽ അതിൻ്റെ പ്രകാശന ചടങ്ങിൽ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗത്തിൽ നാസികളുമായിട്ടാണ് BJP താരതമ്യം ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്, നാസികളുമായി താരതമ്യം ചെയ്യുന്നു. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയെ പ്രകോപിപ്പിച്ച് വിജയൻ്റെ മകൾക്കെതിരെ അന്വേഷണം ദ്രുതഗതിയിലാക്കാൻ വേണ്ടി ബേബി തയ്യാറെടുത്തിറക്കിയ ഒരു ഉപകരണമാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതാണ്. ബേബി തൻ്റെ ചാണക്യ തന്ത്രം കൂടുതൽ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ബേബി കണ്ടുപിടിച്ചിട്ടുള്ള വജ്രായുധമാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസ് വീണ്ടും മോദിയെയും അമിത്ഷയും പ്രകോപിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ നാളെ വിജയൻ്റെ മകളുടെ അറസ്റ്റിലേക്ക് എത്തിയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ബേബിയുടെ ഏറ്റവും വലിയ ചാണക്യ തന്ത്രത്തിൻ്റെ പുതിയൊരു ഉദാഹരണമായിട്ട് നമ്മൾ കാണണം. പക്ഷേ വിജയൻ ക്രുദ്ധനാണ് ജോൺ ബ്രിട്ടാസിനെതിരെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിജയൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഒരു CPMലെ രാഷ്ട്രീയ സമവാക്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക.